ഈ മലയാളത്തിലൊരു ചൊല്ലുണ്ടല്ലോ, ചെമ്പ് തെളിഞ്ഞു എന്ന് പറഞ്ഞാൽ. സുരേഷ് ഗോപിയുടെ ചെമ്പ് തെളിഞ്ഞു. കാരണം നമുക്കറിയാം, ഈ തൃശ്ശൂരിൽ ഈ കിരീടം സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കൃത്യമായൊരു സ്വയം പ്രഖ്യാപിത സ്ഥാനമായിരുന്നു. തൃശ്ശൂരിൽ ഞാൻ തന്നെയാണ് ഇങ്ങെടുക്കാൻ പോകുന്നതാണല്ലോ ഈ സുരേഷ് ഗോപിയുടെ ഒരു വാചകം തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. അതെ കൊണ്ടുവന്നു. അതായത് മകളുടെ കല്യാണത്തിന് മോദി വരുന്നു, അതിനോടനുബന്ധിച്ചാണ് ഈ കിരീടം സമർപ്പിക്കലൊക്കെ നടക്കുകയും ചെയ്തത്. പക്ഷേ ഇന്ന് ഫലത്തിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം തന്നെ സമ്മതിക്കുകയാണ് ചെയ്തത്. ഇന്ന് വേറെ ആരും പറഞ്ഞില്ല, ഒരു മാധ്യമം അന്വേഷിക്കാൻ പോയില്ല, ഒരു ഇടവക വിശ്വാസിയും അന്വേഷിക്കാൻ പോയില്ല. ഇപ്പോൾ ഇടവകക്കാരൻ അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ സുരേഷ് ഗോപി തന്നെ പറഞ്ഞു, ഞാൻ ജയിക്കുകയാണെങ്കിൽ 10 ലക്ഷത്തിൻ്റെ വൈഡൂര്യം പതിപ്പിച്ച ഒരു കിരീടം കൂടി നൽകാമെന്ന് പറഞ്ഞു. അപ്പോൾ ജയിച്ചില്ലെങ്കിലോ എന്നൊരു ചോദ്യം വേറെ വരുന്നുണ്ട്. അതിനൊരു യാഥാർത്ഥ്യമാണ്. ഇതിനകത്ത് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി കൊടുത്ത ചെമ്പ് കിരീടമോ സ്വർണ്ണ കിരീടത്തിൻ്റെ മാത്രമല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മതത്തിൽ വിശ്വസിക്കുന്നവരെ പറ്റിക്കുന്ന ഒരു പരിപാടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുകയും ചെയ്യാം. നിങ്ങളോടൊപ്പമാണ് ഞാനെന്ന് പറയുകയും അവിടെ ചെന്ന് ഒരു സ്വർണ്ണം പൂശിയ ഒരു ചെമ്പ് കിരീടം കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു, നിങ്ങളോടൊപ്പമാണെന്ന് പറയും. അതേസമയത്താണ് നേരത്തെ രാജേന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് മണിപ്പൂർ വിഷയം നടന്നപ്പോൾ ഈ സുരേഷ് ഗോപി എവിടെയായിരുന്നു? അവിടുത്തെ ക്രൈസ്തവർ വേട്ടാടിയപ്പോൾ സുരേഷ് ഗോപി എവിടെയായിരുന്നു? അതൊന്നും ഇല്ലാത്ത പ്രേമം തൃശ്ശൂരിലെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കിരീടമായിട്ട് എത്തുകയും ഇനി വൈഡൂര്യം പതിപ്പിച്ചൊക്കെ ആയിട്ട് വരികയും ചെയ്യുന്ന ഒരു സംഭവം. ഇദ്ദേഹത്തിന് അറിയപ്പെടുന്ന തന്നെ നമുക്കിപ്പോൾ അങ്ങനെ പറയും, നന്മമരം എന്ന രീതിയിലാണല്ലോ. പലവിധ സഹായങ്ങൾ ചെയ്യുന്നു, ചോദിക്കുന്നവർക്കൊക്കെ വാരിക്കോരി കൊടുക്കുന്നു. അതിൻ്റെയൊക്കെ ഒരു ചെമ്പ് തെളിയലാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കൊടുത്തൊരു വാർത്തയുണ്ട്, ഒരു അപൂർവ രോഗം ബാധിച്ച കുട്ടി സഹായമായി ചെന്നപ്പോഴത്തേക്ക് പോയി നിങ്ങൾ ഗോവിന്ദ മാസ്റ്ററോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞ ഒരു വാക്കുകളുണ്ടായിരുന്നു. അത് വലിയ രീതിയിൽ വിമർശനം വരുന്ന അവസാനം ഗോവിന്ദ മാസ്റ്റർ തന്നെ ഇടപെട്ടു. അതാണ് രസകരമായ